എനിക്കും കണ്ണനും പോകണ്ട, ഞങ്ങൾക്ക് അച്ഛനോടൊപ്പവും അച്ചാമ്മയോടൊപ്പവും ഇവിടെ നിന്നാൽ മതി. കലാധരൻ എന്ന അച്ഛൻ അത് പറ്റില്ല മക്കളെ, കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, മക്കളമ്മയോടൊപ്പം പോകണം, കോടതി പറഞ്ഞതാണ്. ഞങ്ങൾ പോകുന്നില്ല അച്ഛാ, ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ല, ഞങ്ങളെ അവിടെ ഉപദ്രവിക്കും. ഇത് പറഞ്ഞ് മക്കൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എല്ലാ തരത്തിലും പോരാടി നിന്ന കലാധരൻ എന്ന ആ ചെറുപ്പക്കാരൻ സർവ്വനിയന്ത്രണവും വിട്ടു. പിന്നീട് കാണിച്ചത് ഏറ്റവും വലിയ ദുരന്തമാണ്. 2 മക്കളും അയാളും അയാളുടെ അമ്മയും 4 പേർ ഒരുപോലെ തൂങ്ങി മരിച്ചു. വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഭാര്യയ്ക്ക് വല്ലാണ്ട് സമാധാനമായിട്ടുണ്ടാവും. എതിരാളികളെല്ലാം നിഷ്കരുണം തീർന്നു. പുരുഷ കമ്മീഷൻ വേണമെന്ന് വ്യാപകമായി ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച ദുരന്തപൂർണമായ ജീവിതത്തിൻ്റെ, അതിനേക്കാൾ ഉപരി ഒന്നും അറിയാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങൾ പറക്കും മുമ്പേ തളർന്നു വീണുപോയ പൂമ്പാറ്റകളെപ്പോലെ എല്ലാം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വന്ന ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ് വേദനിപ്പിക്കുന്ന ഈ വാർത്ത പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്. ശ്വാസം മുട്ടിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ കൺമുമ്പിൽ ആ കുഞ്ഞുങ്ങൾ പിടയുമ്പോൾ ആ അച്ഛനും ആ അച്ഛനെ പ്രസവിച്ച അമ്മയും എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കുടുംബ ബന്ധങ്ങൾ വേർപിരിയുമ്പോൾ മാന്യമായും സന്തോഷത്തോടെയും ബഹുമാനപൂർവ്വം അവസാനിപ്പിച്ച് മടങ്ങേണ്ടതിന് പകരം പരസ്പരം പോരാടി തോൽപ്പിച്ചും ജയിച്ചും മുന്നേറുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തമീസ എന്ന് പറഞ്ഞൊരു സഹോദരി, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ തമീസയെ, ഒരു അനാഥനായ ഉപ്പയെ ഏറ്റെടുക്കാൻ ആരും വരാത്തതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിലെ 9ാം വാർഡിൽ നിന്ന് പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വീഡിയോ ചെയ്യുകയും പിന്നീട് അവരെ അഭിമുഖത്തിനടക്കം ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു. അവർ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ച് എനിക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേട്ടു നോക്കൂ. ഹലോ സർ, അസ്സലാമു അലൈക്കും സർ. സുഖമായിരിക്കുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. പിന്നെ സാർ ഇന്ന് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ സർ, പുരുഷ കമ്മീഷൻ വേണം, ഉറപ്പായിട്ടും വേണം സാർ, പുരുഷ കമ്മീഷൻ വേണം. അത് ഞാൻ സമരത്തിനാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പുരുഷന്മാരെ സ്ത്രീകൾ പീഡിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട് സാറേ. കാരണം നമ്മൾ പരാതി അന്വേഷിച്ച് പോകുമ്പോൾ അവിടെയുള്ള ആ പുരുഷന്മാരുടെ 2 കൂട്ടരുടെയും പരാതി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പുരുഷൻ ഒരുപാട് പീഡനം അതിനകത്ത് സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാറേ. പക്ഷേ സ്ത്രീ സംവരണം ഏർപ്പെടുത്തി വച്ചിരിക്കുന്നത് കൊണ്ട് സ്ത്രീക്ക് എന്തുമാകാമെന്നുള്ള ഒരു ധാരണ, പിന്നെ അതിനു വേണ്ടി സ്ത്രീക്ക് കള്ളക്കേസ് പറയുന്നതിന് വേണ്ടി കുറേ അഡ്വക്കേറ്റുമാരും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാർ? സത്യസന്ധമായിട്ട് ഇടപെടുന്നവരോട് അവർക്ക് നീതിയില്ല. ഉറപ്പായിട്ട് പുരുഷ കമ്മീഷൻ വേണം സാർ. എൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ അന്ന് അവിടെ വന്നപ്പോൾ സാറിനോടും സംസാരിച്ചിട്ടുണ്ട്, പുരുഷന്മാർക്ക് നീതിയില്ല എന്നുള്ള കാര്യം. കമാൽ പാഷ സാറിൻ്റെയൊക്കെ കൂടെ സമരമാണെങ്കിൽ സമരമായിട്ട് പോകാനും ഞാൻ തയ്യാറാണ് സാറേ. ഗ്രൗണ്ടിൽ, ഫീൽഡിൽ ജനങ്ങളോടൊപ്പം വീടുകളിലേക്ക് ആളുകളെ പരിചരിക്കാൻ ചെല്ലുന്ന ഒരു സഹോദരിയുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്. വേണം സാർ, പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. നോക്കൂ, ഈ ജീവിതം അവസാനിപ്പിച്ചതൊരു പെൺകുട്ടിയും കുഞ്ഞുങ്ങളുമാണെങ്കിൽ എന്തൊച്ചപ്പാട് ഈ സമൂഹത്തിലുണ്ടാകുമായിരുന്നു. ഇനി അതിനിടയിലേക്ക് 2 ജാതി കടന്നു വന്നിരുന്നെങ്കിൽ എത്ര ബഹളവും ചർച്ചയും പോസ്റ്റുകളും അന്തിച്ചർച്ചയും ഒക്കെ ഈ സമൂഹത്തിലുണ്ടാകുമായിരുന്നു. അതുണ്ടാകുന്നതേയില്ല. 2 പേർ തമ്മിൽ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിനിടയിൽ സ്വാഭാവികമായി മനുഷ്യർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. ഇതിനിടയിൽ 2 കുഞ്ഞുങ്ങളും ജനിച്ചു, മാലാഖ പോലുള്ള 2 കുഞ്ഞുങ്ങൾ, ഹിമയും കണ്ണനും. ഇതിനിടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡായി വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്നത്. ആ കേസ് പുരോഗമിക്കുന്നതിനിടയിൽ ഒരു കൂട്ടം കേസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങാൻ തീരുമാനിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കി കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നത്? എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കോടതി വരാന്തയിൽ, കോടതി തിണ്ണയിൽ അച്ഛനും അമ്മയും എന്ന പേരിൽ 2 പേരും പിടിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ
നിസ്സഹായതയോടെ നോക്കിക്കരയുന്ന മക്കളെ നിങ്ങൾ എന്താണ് ഓർക്കാത്തത്? നിങ്ങൾ സുഖിച്ചവരല്ലേ, സന്തോഷിച്ചവരല്ലേ, നിങ്ങൾ പ്രസവിച്ചവരല്ലേ, ആ പ്രസവത്തെ കാത്തിരുന്ന അച്ഛനല്ലേ? എന്തിനാണ് ഈ തർക്കത്തിലേക്ക് പോകുന്നത്? ഇവിടെ ബന്ധമൊഴിഞ്ഞ ശേഷം വീണ്ടും തുടർച്ചയായി കേസ് കൊടുത്ത് ആദ്യം അമ്മയോടൊപ്പമായിരുന്ന കുഞ്ഞുങ്ങൾ ഇനി അവരോടൊപ്പം പോകുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനോടും അച്ചാമ്മയോടുമൊപ്പം മടങ്ങി വന്നതാണ്. വിട്ടില്ല, വീണ്ടും അവൾക്ക് വാശി ജയിക്കണ്ടേ? ബന്ധം വേർപെടുത്തി കുഞ്ഞിനെ വിട്ടു നൽകാതെ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ കോടതിയിൽ കേസ് കൊടുത്തു. കോടതി അതിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ, ന്യായാന്യായങ്ങൾക്കിടയിൽ അവരെന്ത് ചെയ്യാനാണ്? കുഞ്ഞിനെ അമ്മയോടൊപ്പം വിടാൻ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് വിധി കൊടുത്തു. ആ വിധിയിൽ പകച്ചുപോയ കുഞ്ഞുങ്ങൾ വളരെ നിർബന്ധ ബുദ്ധിയോടെ ഞങ്ങൾ പോകില്ല, ഞങ്ങളെ ഉപദ്രവിക്കും എന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഒരുപക്ഷെ അവിടെ അയാൾ തകർന്നു പോയിട്ടുണ്ടാവും. പെൺകുട്ടികളെ വീണ്ടും വീണ്ടും കേസ് കൊടുത്ത് പീഡിപ്പിച്ച് കൊല്ലുന്ന കഥകളെ വളരെ വൈകാരികതയോടെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സമാനമായ രീതിയിൽ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുകയാണ്. 4 പേരാണ് ഒരുമിച്ച് യാത്രയായത്. ആ 4 ജഡം കണ്ടപ്പോഴെങ്കിലും കേസ് കൊടുത്ത ഭാര്യയ്ക്കും അത് കൊടുക്കാൻ പിന്നിലുണ്ടാവും ചിലപ്പോൾ ഒരു കുരുക്കനായ അച്ഛൻ, അല്ലെങ്കിൽ സമർത്ഥനായ സഹോദരൻ, അധികാരസ്ഥാനത്തിരിക്കുന്ന ബന്ധുക്കൾ, ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. 4 പേർക്കും തൃപ്തിയായിട്ടുണ്ടാവും. ഇനി കേസ് കൊടുക്കേണ്ടതില്ലല്ലോ, ഇനി പിടിച്ചു വാങ്ങിക്കാനൊന്നുമില്ലല്ലോ. അവർ 4 എങ്ങോട്ടേക്കോ പോയി. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അവരെന്തോരം കൊതിച്ചിട്ടുണ്ടാവും, മരിച്ചപ്പോൾ എന്തോരം പിടച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്തു അവർ? പോയതോ പോയി. ഇനിയും ഇതുപോലെ കുരുതി കൊടുക്കാൻ കുഞ്ഞുങ്ങൾ ബാക്കിയാക്കി ഏറ്റുമുട്ടി പരസ്പരം 2 പക്ഷത്തും നിൽക്കുന്ന മൃഗങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ശക്തിയോടെ ഏറ്റുമുട്ടുന്ന മനുഷ്യരുണ്ട്. ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കൂ, ഒന്ന് ചിന്തിക്കൂ. എന്നിട്ട് വഴി പിരിഞ്ഞു പോകുന്നെങ്കിൽ ആ പോകുന്ന വഴിയുടെ പിരിയലിലെങ്കിലും പരസ്പരം സന്തോഷവും ബഹുമാനവും പരസ്പരം നൽകുന്ന ആദരവും നിലനിർത്തി മുന്നോട്ട് സഞ്ചരിക്കൂ. അങ്ങനെയെങ്കിലും മനുഷ്യരാണെന്ന് ആരെങ്കിലും വിചാരിക്കട്ടെ.